ഡൊമീനിയൻ എന്ന് പറഞ്ഞ വാക്ക്, ഞാൻ ഒരു പ്രവൃത്തിയിലേക്ക് നാം വരണമെങ്കിൽ, ഒരു ദൈവ പ്രവൃത്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു കിങ്ഡം ഡൊമീനിയൻ ആക്ഷനിലേക്ക് വരണമെങ്കിൽ, ഒന്ന് നമ്മുടെ ഉള്ളിൽ വചനത്തിന്റെ വെളിപ്പാട് വേണം. ദൈവവചനത്തിന്റെ വെളിപ്പാടില്ല എങ്കിൽ ഒന്ന് നമ്മൾ കാല് വെക്കും, പിന്നെ നമ്മൾ പതറിപ്പോകും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, ചിന്തിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ തിരിഞ്ഞു വന്നില്ല എങ്കിൽ, എക്സ്പെക്ടേഷൻ മാച്ച് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? കാഴ്ച നമ്മളെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ, അതിൽ നിന്ന് ഉളവാകുന്ന ജീവിക്കുന്ന വിശ്വാസം, a living faith that is born from the revelation of the word of God. നാം കാഴ്ചയല്ല, വിശ്വാസത്താൽ. എത്ര വലിയ മല്ലനാണെങ്കിലും ഞാൻ കാണുന്ന മല്ലൻ എന്നെ വെട്ടിയിടുന്നതല്ല, മല്ലന്റെ മേൽ these are days ഞാൻ പ്രവചിക്കുന്നു, I declare and decree that the giants of the land will be slain by the power of God. ഇന്ന് വാണു നിൽക്കുന്ന പൈശാചിക മല്ലന്മാർ, ദേശത്തെ അടക്കി വാഴുന്ന ജനകോടികളെ അന്ധതയിലാക്കുന്ന, അടിമത്തത്തിലാക്കുന്ന സകലത്തിന്മേലും ദൈവത്തിന്റെ ന്യായവിധിയെ കൽപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 10:4-5 വാക്യങ്ങൾ. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ അത് മാനുഷികമല്ല, ജഡികമല്ല, പക്ഷേ പൈശാചിക കോട്ടകളെ തകർക്കുവാൻ അത് ദൈവത്താൽ ബലപ്പെട്ട, ശക്തിപ്പെട്ട. The weapons of our warfare are not carnal, but they are mighty through God to pulling down stronghold. ദൈവരാജ്യത്തിന്റെ ആധിപത്യം എടുക്കണമെങ്കിൽ ഒരു യുദ്ധം നടക്കണം. No expansion, no extension, no enlargement of kingdom dominion without a war and a warfare. If you don't engage in warfare, there is no dominion extension. ഒരു യുദ്ധമുണ്ട്. യുദ്ധത്തിന് വേണ്ടി എന്ത് വേണം? അത് നമ്മുടെ കയ്യിൽ ആയുധം, weapons of warfare. നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ആയുധം, സ്തുതി ഒരു ആയുധമാണ്, യേശുവിന്റെ നാമം ഒരു ആയുധമാണ്, യേശുവിന്റെ രക്തം ഒരു ആയുധമാണ്, അന്യഭാഷകൾ ആയുധമാണ്, ഉപവാസം ആയുധമാണ്, പ്രാർത്ഥന ആയുധമാണ്, ദൈവവചനം ആയുധമാണ്. ഓ ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, ആ കരങ്ങളെ ഒന്ന് വീശി അല്പസമയം ഹല്ലേലൂയ. സ്വർഗ്ഗം ചാഞ്ഞിറങ്ങുന്ന നിമിഷങ്ങളാണ്. ദൈവത്തിന്റെ മഹത്വം. ഓ യെസ്. അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ. അക്കാരങ്ങളെ ഒന്ന് വീശി. അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. കാര്യങ്ങളെ അടിച്ചു കർത്താവിനെ നന്ദി പറയാം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഒരു പ്രൊഫറ്റിക് ആയിട്ടുള്ള വാക്കുകൾ, ദൂതുകൾ നമ്മളിലേക്ക് വന്ന് എത്ര പേര് സ്വീകരിച്ചു എന്ന് പകൽക്കാലം. എന്റെ നീതിമാൻ കാഴ്ചയിലല്ല, ആ കാര്യം ഒന്ന് ഉയർത്തി പറയാം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസം വിപ്ലവങ്ങളെ സൃഷ്ടിക്കും എന്ന് പറയാം. വിശ്വാസം എന്താ ചെയ്യുന്നത്? വിപ്ലവങ്ങളെ. വിശ്വാസം വിപ്ലവങ്ങളെ സൃഷ്ടിക്കും. ആരെങ്കിലും വിശ്വസിക്കുവാൻ റെഡിയാണെങ്കിൽ ഗെറ്റ് റെഡി ഫോർ എ റെവല്യൂഷൻ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നാം ദൈവത്തിന്റെ കരങ്ങളിൽ ആയുധങ്ങളാണ്, അവന്റെ പൂണിയിലുള്ള അസ്ത്രങ്ങളാണ്. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നത്? അന്ത്യനാളുകളിൽ ദൈവവും ദൈവത്തിന്റെ ദാസന്മാരും ഒരേപോലെ അസ്ത്രങ്ങളെ അല്ലെങ്കിൽ ആയുധങ്ങളെ നോക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. എപ്പോഴും നമ്മളൊന്ന് ഒരുങ്ങിയിരുന്നാൽ, നമ്മളൊന്ന് റൈസ് ആൻഡ് ഷൈൻ, അല്ലേ? എഴുന്നേറ്റ് ആ കര ഉയർത്തി എന്ന് പറയാം, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഹല്ലേലൂയ. ഭൂമിയിൽ അന്ധകാരവും കൂരിരുട്ട് ജാതികളെ മൂടിയിരിക്കുന്നു, എന്റെ മേലോ നിന്റെ മേലോ ഹല്ലേലൂയ വെളിച്ചം പ്രകാശിച്ചിരിക്കുന്നു. ആമേൻ. ആ വാക്യം നമുക്ക് എടുത്ത് വായിക്കാം. യിശയ്യാപ്രവചന പുസ്തകം 60-ാം 1-2 വാക്യങ്ങൾ. യെസ്. Arise, shine, for the light has come, and the glory of the Lord is risen upon thee. എഴുന്നേറ്റ് പ്രകാശിക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക, എന്റെ പ്രകാശം വന്നിരിക്കുന്നു, എന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും എന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വാക്യം. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. എന്റെ മേലോ. നമ്മുടെ ചുറ്റും എന്തൊക്കെ ഉദിച്ചാലും, എന്തൊക്കെ വിഷയമാണെങ്കിലും, എത്ര കൂരിരുട്ടാണെങ്കിലും, എന്തൊക്കെ മൂടിയാലും എന്റെ മേലോ. വിശ്വസിക്കുന്ന ആരെങ്കിലും? ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. യെസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ മേൽ യഹോവ ഉദിച്ചിരിക്കുന്നു, അവന്റെ തേജസ്സും എന്റെ മേൽ പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുകയാണ്, പണിഞ്ഞെടുക്കുകയാണ്. 2026 ദൈവരാജ്യത്തിന്റെ വാഴ്ചയുടെയും ആധിപത്യത്തിന്റെയും വർഷമാണ്. ആമേൻ. 2026 ദൈവരാജ്യത്തിന്റെ ആധിപത്യത്തിന്റെ ഒരു വർഷമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും രാജാക്കന്മാരെ പോലെ വാഴുവാൻ, ദൈവരാജ്യത്തിന്റെ ആധിപത്യത്തെ ഭൂമിയിൽ വർദ്ധിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അതാണ് നമ്മുടെ അസൈൻമെന്റ്. ഈ ദിവസങ്ങളിലൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്തെടുക്കുന്ന നമ്മുടെ സഭായോഗങ്ങൾ, നമ്മുടെ കൂടിവരവുകൾ, നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിൽ, നമ്മുടെ ഹൗസ് ഓഫ് പ്രയർ മിനിസ്ട്രിയിൽ, സെൽ ഗ്രൂപ്പുകളിൽ എല്ലാം you are being trained to reign as a king, reign as a king and expand and extend his kingdom dominion on earth. Hallelujah. രാജാക്കന്മാരെ പോലെ വാഴുവാനും ഭൂമിയിൽ ദൈവത്തിന്റെ രാജ്യത്തിന്റെ അതിർ വരമ്പുകളെ, ആ ഡൊമീനിയനെ, ആധിപത്യത്തെ അതിനെ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു വിളിയാണ്, ഒരു നിയോഗമാണ്. It is to reign as kings and to enlarge and extend and expand his kingdom dominion on earth. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ദൈവവചന ശുശ്രൂഷകൾ, ഉപദേശങ്ങൾ, വചനത്തിന്റെ വെളിപ്പാടുകൾ, അഭിഷേകത്തിന്റെ പകർച്ചകൾ, കൈവെപ്പുകൾ, അഭിഷേകത്തിന്റെ സ്തോത്രം, ആ പ്രവാഹം, the anointing,
Hallelujah. അത് സ്തോത്രം നമ്മെ അതിനുവേണ്ടി സജ്ജമാക്കും. Our call is to reign as kings and to extend his kingdom dominion on earth. Hallelujah. Amen. എൻ്റെ ലൈഫ് ഒന്ന് മാറണം, എൻ്റെ ലൈഫ് ഒന്ന് ചേഞ്ച് ആകണം, കർത്താവിന് വേണ്ടി എനിക്കൊന്ന് പ്രയോജനപ്പെടണം എന്ന് ആഗ്രഹിക്കുക. നിങ്ങളൊരു ഒരു ഒരു ശുശ്രൂഷയുടെ പുതപ്പിന്റെ കീഴിലാണ്. ഈ അന്തരീക്ഷം ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടും അഭിഷേകം കൊണ്ടും നിയോഗം കൊണ്ടും ചാർജ് ആയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമ്മളൊന്ന് തുറന്നു കൊടുത്താൽ, നമ്മൊന്ന് സ്വീകരിച്ചാൽ നമ്മുടെ മേലിലേക്ക് ദൈവത്തിന്റെ പകർച്ചകൾ. Hallelujah. Praise be to God. ഈ ദിവസങ്ങളിൽ നാം ദൈവരാജ്യത്തിന്റെ വാഴ്ച, the dominion of the kingdom, ദൈവരാജ്യത്തിന്റെ വാഴ്ചയെക്കുറിച്ച് നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യായിരുന്നല്ലോ. Hallelujah. യശയാപ്രവാചക പുസ്തകം 9-ാം അധ്യായം അതിന്റെ 5-7 വരെയുള്ള വാക്യം. യേശുക്രിസ്തു കർത്താവ് ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ച ശുശ്രൂഷിച്ച പ്രവാചകനാണ് യശയാപ്രവാചകൻ. 700 വർഷങ്ങൾക്ക് മുമ്പേ ഭൂമിയിൽ നഷ്ടപ്പെട്ട ദൈവത്തിന്റെ സ്വപ്നം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-28 വരെയുള്ള വാക്യങ്ങളിൽ നാം ദൈവത്തിന്റെ മാൻഡേറ്റ് നാം കണ്ടു. മനുഷ്യനെ ആദമ ദമ്പതിമാരെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സ്വപ്നമായിരുന്നു സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരണം. The original intent and mandate of God when God was creating Adam and Eve was to bring heaven on earth. ഇന്നും അതിന് മാറ്റം വന്നിട്ടില്ല. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ ആധിപത്യം ഭൂമിയിൽ വരണം. സ്വർഗത്തിന്റെ സംസ്കാരം, സ്വർഗത്തിന്റെ ഹിതം, സ്വർഗത്തിന്റെ ഇഷ്ടം, സ്വർഗത്തിന്റെ താല്പര്യം, സ്വർഗത്തിന്റെ സംസ്കാരം, കൾച്ചർ, ദ കൾച്ചർ ഓഫ് ഹെവൻ, ദ ലൈഫ്, ദ വാല്യൂ സിസ്റ്റം ഓഫ് ഹെവൻ, ദ ലൈഫ് ഓഫ് ഹെവൻ, സ്വർഗം ഭൂമിയിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ കാഴ്ചപ്പാടായിരുന്നു. നമുക്ക് മനുഷ്യനെ നമ്മുടെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാം. എന്നിട്ട് ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുകയാണ്. ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലുള്ള സകലത്തിന്മേലും ദൈവം മനുഷ്യന് ആധിപത്യം കൊടുത്തു. അടക്കി വാഴുവാൻ ഉള്ള ഒരു കൽപ്പനയും ആധിപത്യവും അനുഗ്രഹവും കൊടുത്തു. 2026 ദൈവരാജ്യത്തിന്റെ ആധിപത്യം ഭൂമിയിൽ കൊണ്ടുവരുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഈ വചനങ്ങൾ നമ്മളെ അതിനുവേണ്ടി ഒരുക്കിയെടുക്കുകയാണ്. If you have to have kingdom dominion, ദൈവരാജ്യത്തിന്റെ വാഴ്ച നാം നടത്തണമെങ്കിൽ ഒന്ന് അതിനെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടും ഒരു ദർശനം. There has to be a dominion vision. നമ്മുടെ സാഹചര്യം എന്തുമായിക്കോട്ടെ, നമ്മുടെ അവസ്ഥകൾ എന്തുമായിക്കോട്ടെ, ദർശനമില്ലാത്തടുത്ത് ജനം മര്യാദ വിട്ടുപോകുന്നു. If you don't have a vision of kingdom dominion, you can never take dominion. അതുകൊണ്ടാണ് ഈ വചന വെളിപ്പാടുകളിലൂടെ, വചനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, എന്നെക്കുറിച്ച്, ദൈവസഭയെക്കുറിച്ച്, നമ്മെക്കുറിച്ച്, ദൈവത്തിന്റെ പുത്രന്മാരെ കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ ഹിതം എന്താണ്, ഇഷ്ടം എന്താണ്, കാൽവറിയിലെ യാഗം നമുക്ക് വേണ്ടി എന്താ ചെയ്തെടുത്തിരിക്കുന്നത് എന്ന് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ, ആത്മകണ്ണുകളെ പ്രകാശിതമാക്കുക. So first you must have a kingdom dominion vision. 2, we must have a kingdom dominion mentality. അതെ, ക്രിസ്തുവിൽ ദൈവം നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തിരിക്കുന്നു. ഈ രാജാ ആകാൻ നാം പ്രയത്നിക്കേണ്ട. നാം പുതിയ സൃഷ്ടികളാണ്. നാം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരാണ്. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഓരോ വ്യക്തികളെയും ദൈവം രാജാവും പുരോഹിതനാക്കി വെച്ചിരിക്കുകയാണ്. ഒരു അധികാരിയാക്കി മാറ്റിയിരിക്കുകയാണ്. ദൈവത്തിന്റെ അധികാരം കൈമാറിയിരിക്കുകയാണ്. ഭൂമിയിൽ സ്വർഗത്തെ കൊണ്ടുവരുവാൻ ആ സ്വർഗീയ അധികാരം ദൈവം കൈമാറിയിരിക്കുകയാണ്. സോ യു മസ്റ്റ് ഹാവ് എ ഡൊമീനിയൻ മൈൻഡ് സെറ്റ്. നമ്മൾ ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് അത് ചിന്തിക്കുവാനും പഠിക്കുവാനും ഇടയായി തീർന്നു. ഗോലിയാത്ത് എന്ന് പറഞ്ഞ വലിയ മല്ലന മുമ്പിൽ നിൽക്കുന്നത്. സൗൽ രാജാവ് ഭയങ്കര യോദ്ധാവാണ്. കൂടെ നിൽക്കുന്ന ഇസ്രായേലിലെ പട്ടാളക്കാർ, ഭടന്മാർ, അവരും വലിയ യോദ്ധാക്കന്മാരാണ്. പക്ഷേ ഈ മല്ലന് മുമ്പിൽ അവർ പതറിപ്പോയി, അവർ ഭയപ്പെട്ടു, പേടിച്ചു, അവർ ഓടിപ്പോകുവാൻ ഇടയായി തീർന്നു. അതിന്റെ മധ്യത്തിലേക്കാണ് ദാവീദ് വരുന്നത്. തന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകവും ദൗത്യവും വെളിപ്പെട്ടിട്ടുണ്ട്. ജെസ്സിയുടെ പുത്രന്മാരിൽ ഒരു രാജാവിനെ ദൈവത്തിന്റെ കണ്ണുകൾ തേടുന്നു. അങ്ങനെ ദാവീദിന്റെ മേൽ ദൈവത്തിന്റെ ആ അഭിഷേകം വന്നു. പക്ഷെ അഭിഷേകം മാത്രം പോരാ, തന്റെ ഉള്ളിൽ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു, ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു. മല്ലനെ കാണുമ്പോഴും ഭയപ്പെട്ട് പേടിച്ചു നിൽക്കാതെ അവന്റെ അടുക്കലേക്ക് ഓടി അവന്റെ മേൽ കയറി നിന്ന് ആധിപത്യം സ്ഥാപിക്കുവാനുള്ള ഒരു മൈൻഡ് സെറ്റ്, a kingdom mindset. Hallelujah. ഒരു മൈൻഡ് സെറ്റും പോരാ, ഒരു ദർശനം വേണം, പിന്നെ അതുപോലുള്ള ഒരു മനോഭാവം വേണം. 3, അതിനോട് ചേർന്ന് വരുന്ന ഒരു പ്രവൃത്തിയും വേണം. You must have a dominion action. അഭിഷേകമുണ്ട്, ദർശനവുമുണ്ട്, നമുക്ക് അതിനുള്ള കാഴ്ചപ്പാടുമുണ്ട്. പക്ഷെ നാം പ്രവർത്തിച്ചില്ല എങ്കിൽ പിന്നെ അതൊരു സ്വപ്നം മാത്രമായിരിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ we must catch a kingdom vision, a dominion vision. We must have a dominion mindset. എത്ര വലിയ വിഷയമായിക്കോട്ടെ, എത്ര വലിയ പ്രതികൂലമായിക്കോട്ടെ, സ്തോത്രം, ഹല്ലേലൂയ. ഗോലിയാത്തിന്റെ മുമ്പിലേക്ക് ഓടിച്ചെല്ലുന്ന ആ വിഷയം, പ്രശ്നത്തോട് നിലനിൽക്കുമ്പോൾ ഭയപ്പെട്ട് നോക്കി നിൽക്കുകയല്ല, ആ പ്രശ്നത്തിലേക്ക് ഓടി അതിനെ കീഴടക്കുന്ന ഒരു അഭിഷേകം, a conquering anointing, a prevailing anointing. ഈ ശുശ്രൂഷകൾ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വാഴുന്ന എല്ലാ പൈശാചിക ആധിപത്യങ്ങളും കർത്താവിന്റെ നാമത്തിൽ അത് പൊളിയട്ടെ, അത് തകരട്ടെ, അത് കീഴടങ്ങട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. Praise be to God. Dominion എന്ന് പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുക. നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക്, ഒരു പ്രവൃത്തിയിലേക്ക് നാം വരണമെങ്കിൽ, ഒരു ദൈവ പ്രവൃത്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു കിങ്ഡം ഡൊമീനിയൻ ആക്ഷനിലേക്ക് വരണമെങ്കിൽ ഒന്ന് നമ്മുടെ ഉള്ളിൽ വചനത്തിന്റെ വെളിപ്പാട് വേണം. ദൈവവചനത്തിന്റെ വെളിപ്പാടില്ല എങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, ഒന്ന് നമ്മൾ കാല് വെക്കും, പിന്നെ നമ്മൾ പതറിപ്പോകും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, ചിന്തിക്കുന്ന രീതിയിൽ
കാര്യങ്ങൾ തിരിഞ്ഞു വന്നില്ല എങ്കിൽ, എക്സ്പെക്ടേഷൻ മാച്ച് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? കാഴ്ച നമ്മളെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ, അതിൽ നിന്ന് ഉളവാകുന്ന ജീവിക്കുന്ന വിശ്വാസം, a living faith that is born from the revelation of the word of God. നാം കാഴ്ചയല്ല, വിശ്വാസത്താൽ. എത്ര വലിയ മല്ലനാണെങ്കിലും ഞാൻ കാണുന്ന മല്ലൻ എന്നെ വെട്ടിയിടുന്നതല്ല, മല്ലന്റെ മേൽ these are days ഞാൻ പ്രവചിക്കുന്നു. I declare and decree that the giants of the land will be slain by the power of God. ഇന്ന് വാണു നിൽക്കുന്ന പൈശാചിക മല്ലന്മാർ ദേശത്തെ അടക്കി വാഴുന്ന ജനകോടികളെ അന്ധതയിലാക്കുന്ന, അടിമത്തത്തിലാക്കുന്ന സകലത്തിന്മേലും ദൈവത്തിന്റെ ന്യായവിധിയെ കൽപ്പിക്കുന്നു. നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. സ്വന്തം ദാവീദ് വാക്കുകളുണ്ട് തന്റെ ആധിപത്യത്തെ സ്ഥാപിക്കുകയാണ്. ഗോലിയാത്ത് തന്റെ വാക്കുകളുണ്ട് പൈശാചിക ആധിപത്യം സ്ഥാപിക്കുമ്പോൾ, ദാവീദ് തന്റെ വാക്കുകളുണ്ട് ദൈവരാജ്യത്തിന്റെ ആധിപത്യം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, കൈയടിക്കുക, നമ്മുടെ വായ വിസ്താരത്തിൽ തുറക്കണം, എല്ലാവരും ഉച്ചത്തിൽ അന്യഭാഷകൾ പറയണം, മന്ദമായി അല്ല. ഹല്ലേലൂയ! ഇവിടെ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ആരാധന അല്ലെങ്കിൽ സ്തുതി ഒരു ആയുധമാണ്. Praise is a weapon in the hands of the believer. 2 കൊരിന്ത്യർ 10:4-5 വാക്യങ്ങൾ. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ അത് മാനുഷികമല്ല, ജഡികമല്ല, പക്ഷേ പൈശാചിക കോട്ടകളെ തകർക്കുവാൻ അത് ദൈവത്താൽ ബലപ്പെട്ട ശക്തിപ്പെട്ട. The weapons of our warfare are not carnal, but they are mighty through God to pulling down stronghold. നമ്മുടെ കണ്ണുകൾ തുറന്നു വരട്ടെ. ദൈവരാജ്യത്തിന്റെ ആധിപത്യം എടുക്കണമെങ്കിൽ ഒരു യുദ്ധം നടക്കണം. No expansion, no extension, no enlargement of kingdom dominion without a war and a warfare. If you don't engage in warfare, there is no dominion extension. കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ നീങ്ങും. പക്ഷേ എവിടെയെങ്കിലും ആധിപത്യം എടുക്കണമെങ്കിൽ, ദൈവരാജ്യത്തിന്റെ ആധിപത്യം വർദ്ധിപ്പിച്ചെടുക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഒരു യുദ്ധമുണ്ട്. യുദ്ധത്തിന് വേണ്ടി എന്ത് വേണം? അത് നമ്മുടെ കയ്യിൽ ആയുധങ്ങൾ. Somebody say weapons of warfare. The weapons of warfare. നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ആയുധം, സ്തുതി ഒരു ആയുധമാണ്, യേശുവിന്റെ നാമം ഒരു ആയുധമാണ്, ഹല്ലേലൂയ, യേശുവിന്റെ രക്തം ഒരു ആയുധമാണ്, അന്യഭാഷകൾ ആയുധമാണ്, ഉപവാസം ആയുധമാണ്, പ്രാർത്ഥന ആയുധമാണ്, ദൈവവചനം ആയുധമാണ്. ദൈവസഭ, ദൈവമക്കൾ, ദൈവജനം ഈ ആയുധങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ hallelujah, we take kingdom dominion. അതുകൊണ്ട് നമുക്കൊരു മൈൻഡ് സെറ്റ് വേണം. നമ്മൾ സാധാരണ ചെയ്യുന്ന ആ മല്ലൻ തന്നെ അങ്ങ് വീഴും. ദൈവം ഇങ്ങനെ വന്ന് ഇറങ്ങി വന്ന് ആരും ഒന്നും യുദ്ധം ചെയ്യേണ്ട, ദൈവം അങ്ങ് വീഴ്ത്തും. ദൈവമാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ ഒരു ദാവീദ് വേണം പ്രിയപ്പെട്ടവരെ. ആ മല്ലന്റെ നേരിലേക്ക് ഓടി അവനെ വെല്ലുവിളിക്കുവാൻ ഒരു ദാവീദിനെ ആവശ്യമുണ്ട്. അവന്റെ വാ ആവശ്യമുണ്ട്, അവന്റെ കല്ല് ആവശ്യമുണ്ട്, അവന്റെ കവണ. എങ്ങനെയാണ് നാം ആധിപത്യം എടുക്കുന്നത്? പിശാചിങ്ങനെ വാണ് നിൽക്കുക, വീഴത്തിലടാ എന്ന് പറയുമ്പോൾ അവന്റെ മുഖത്തെ നോക്കി നിങ്ങളൊന്ന് സ്തുതിക്കുമോ? യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ് യേശു. Jesus is the lion of the tribe of Judah. Hallelujah. യേശു ആരാണ്? യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്, സ്തുതിയുടെ സിംഹമാണ്. He is the lion of the tribe of praise. സ്തുതിയുടെ സിംഹമാണ്. He is the lion of the tribe of praise. അതുകൊണ്ടാണ് നാം ആർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ വൻ കോട്ടകൾ താഴെ വീഴും. എരികോ പോലെ അതിനെ വെല്ലുവാൻ കഴിയുകയില്ല. ആരൊക്കെ ശ്രമിച്ചാലും അതിനെ തോൽപ്പിക്കാൻ അത് താഴെ വീഴും. നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളുടെ മേൽ നിങ്ങളുടെ ആയുധങ്ങളെ ഒന്ന് ഉപയോഗിക്കണമേ. അഭിഷേകത്തെ ഒന്ന് തുറന്നു വിടണമേ. Release the anointing. Use your weapon of warfare. Praise is a weapon. അതുകൊണ്ട് നമുക്ക് രാജാക്കന്മാരെ കെട്ടാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. 149 സങ്കീർത്തനം അതിന്റെ 6 വാക്യം തൊട്ട് നമുക്ക് വായിച്ചു. അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചയും, അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചയും, അവരുടെ കയ്യിൽ ഇരുവായ് തലയുള്ള വാളും, അവരുടെ കയ്യിൽ ഇരുവായ് തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. ജാതികൾക്കും പ്രതികാരവും, വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിനും അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് വില്ലുകളാലും ബന്ധിക്കേണ്ടതിനും എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും അത് അവന്റെ സർവഭക്തന്മാർക്കും ബഹുമാനമാകുന്നു. Let the high praises, നോക്കേ, ദൈവത്തിന്റെ പുകഴ്ചകൾ, അത്യുച്ചത്തിലുള്ള ആർപ്പുകൾ നമ്മുടെ വായിൽ നിന്ന് നമ്മുടെ സ്തുതിയെ, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ആരാധന. നാം ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം മഹത്വത്തിന് യോഗ്യനായതുകൊണ്ടാണ്. അപ്പോൾ തന്നെ ഈ സ്തുതി, ആരാധന എല്ലാം ഒരു ആയുധമാണ്. Let the high praises of God be in their mouth and a two-edged sword in their hand, to execute vengeance upon the heathen and punishments upon the people, to bind their kings with chains and nobles with fetters of iron. അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് വില്ലുകളാലും ബന്ധിക്കേണ്ടതിനും 9th verse, അത് അവന്റെ സർവഭക്തന്മാർക്കും ബഹുമാനമാകുന്നു. Hallelujah. To execute upon them the judgment written, this honor have all the saints. Praise the Lord. ഇവിടെ എന്താ ദൈവത്തിന്റെ വചനം പറയുന്നത്? സങ്കീർത്തനക്കാരൻ ദൈവത്തോട് കൂടെ നടന്ന് സ്തോത്ര സ്തുതിയും ആരാധനയും ഒരു ആയുധമായി തിരിച്ചറിഞ്ഞ സങ്കീർത്തനക്കാരൻ ആത്മാവിൽ എഴുതുകയാണ്. ഹല്ലേലൂയ.
നാം അത്യക്ഷത്തിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ നാം ആധിപത്യം എടുക്കുകയാണ്. We are taking kingdom spiritual dominion. പൈശാചിക രാജാക്കന്മാർ, അത് രോഗമായിക്കോട്ടെ, നാം 2-3 സ്റ്റെപ്പ് എടുക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മളെ പരാജയപ്പെടുത്തുന്ന പരാജയത്തിന്റെ പ്രഭു ആയിക്കോട്ടെ, ശാപത്തിന് കീഴിൽ ഒരു ദേശത്തെ അടക്കി വാഴുന്ന പൈശാചിക പ്രഭു ആയിക്കോട്ടെ, പക്ഷെ നാം ദൈവത്തെ ആർക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ നാം എന്താ ചെയ്യുന്നത്? നാം ആയുധങ്ങളെ ഉപയോഗിക്കുകയാണ്. ആയുധങ്ങൾ ഉപയോഗിച്ച് മല്ലന്മാരെ നാം കീഴ്പ്പെടുത്തുകയാണ്. അവന്റെ വാഴ്ചയെ നാം കട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് 6-ാം വാക്യം, അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചയും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും. ഹല്ലേലൂയ. അല്പസമയം നമുക്ക് വേറെ ഒന്നും വേണ്ട, നമുക്ക് അല്പസമയം കരങ്ങളൊന്ന് അടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. ആ വായ എത്രമാത്രം നിങ്ങൾ കുറയ്ക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഹിതത്തിന് വിരോധമായി വാഴുന്ന എന്തെങ്കിലും വിഷയമുണ്ടോ? അത് രോഗമായിരിക്കാം, കടഭാരമായിരിക്കാം, മാനസിക വിഷയങ്ങളായിരിക്കാം, സാമ്പത്തിക പിരിമുറുക്കമായിരിക്കാം, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന സമ്മർദ്ദങ്ങളായിരിക്കാം, ശുശ്രൂഷയുടെ വിഷയങ്ങളായിരിക്കാം, കുഞ്ഞുങ്ങൾക്ക് പഠിത്തത്തിന്റെ വിഷയം, എന്തുമായിക്കോട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മല്ലനോട് നിങ്ങളൊന്ന് പ്രതികരിക്കുകയാണ്. നാം ആധിപത്യം എടുക്കുക. We are learning to take dominion. അതുകൊണ്ട് നിഷ്ക്രിയരായിരിക്കരുത്. Let the Lion of Judah, നിങ്ങളിലൂടെ യഹൂദ ഒന്ന് പുറപ്പെടട്ടെ. സ്തുതിയുടെ രാജാവ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് റിലീസ് ആകട്ടെ. ആ അഭിഷേകം നിങ്ങളിലൂടെ. അതുകൊണ്ട് കരമടിച്ച് അല്പസമയം ഹല്ലേലൂയ ഹല്ലേലൂയ ഉറക്കെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ വിഷയം, ആ രോഗത്തിന്റെ ആധിപത്യത്തെ, ആ മാനസിക രോഗത്തെ, സമ്മർദ്ദത്തെ, ആർത്രൈറ്റിസിന്റെ അസുഖത്തെ, ഡയബറ്റീസിന്റെ രോഗത്തെ, അല്ല ക്യാൻസറിന്റെ ആ പൈശാചിക രാജാവിനെ, നിങ്ങൾക്കൊരു വിഷയമില്ലെങ്കിൽ ചുറ്റുമുള്ള ജനത്തിന് വിഷയങ്ങളാ. നിങ്ങളൊന്ന് ആർക്കുമ്പോൾ നാം ആധിപത്യം എടുക്കുകയാണ്. രോഗങ്ങളുടെ മേൽ, ക്യാൻസറിന്റെ രോഗങ്ങളുടെ മേൽ, ജീവിതങ്ങളെ കിടക്കയിൽ കിടത്തി കളയുന്ന സകല രോഗാത്മാക്കളുടെ മേൽ ദൈവജനം ഒന്ന് ആധിപത്യം എടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, അത് കോട്ടകളെ തകർക്കുവാൻ ദൈവത്താൽ ശക്തിയുള്ളതത്രേ. അവയാൽ നാം സങ്കല്പങ്ങളെ ഇടിച്ചു കളയുന്നു. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ഇടിച്ചു കളയാം. ആയുധങ്ങൾക്ക് പൈശാചിക കോട്ടകളെ ഇടിച്ചു കളയുന്ന ഒരു അഭിഷേകം. അതിന്റെ 4-6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ, ഞങ്ങളുടെ പൗലോസ് അപ്പോസ്തലൻ പറയാം, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ദൈവത്തിന്റെ സന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് കോട്ടകളെ ഇടിക്കുവാൻ കഴിയും. 5-ാം വാക്യം, അവയാൽ ഞങ്ങൾ ഉയർന്നിരിക്കുന്ന സങ്കല്പങ്ങളെ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ പിടിച്ചടക്കി. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആയുധം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കോട്ടകളെ ഇടിച്ചു കളയുവാൻ കഴിയും. മനസ്സിൽ മാത്രമല്ല കോട്ടകളുള്ളത്, ഭൂമിയിൽ കോട്ടകളുണ്ട്, ആത്മമണ്ഡലത്തിൽ കോട്ടകളുണ്ട്. പൈശാചികൻ വാഴുന്നത് മനസ്സിൽ. ആദ്യം നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ, മനസ്സിന്റെ ആ മണ്ഡലത്തിൽ, മൈൻഡ് ഈസ് ദ ബാറ്റിൽഫീൽഡ്, ആദ്യത്തെ ബാറ്റിൽഫീൽഡ്. പക്ഷെ പൈശാചികൻ മനസ്സിൽ മാത്രമല്ല, ഭൂമിയിൽ താൻ കോട്ടകളെ പണിതുയർത്തും. ആത്മമണ്ഡലങ്ങളിൽ കോട്ടകളെ, സെക്കൻഡ് ഹെവൻസിൽ ആത്മമണ്ഡലങ്ങളിൽ കോട്ടകളെ പണിതുയർത്തും. പക്ഷെ ദൈവരാജ്യത്തിന്റെ വാഴ്ച നടത്തുവാൻ വിളിക്കപ്പെട്ട പുത്രിമാരെ, ദൈവത്തിന്റെ സൈന്യമേ, ദൈവത്തിന്റെ അധികാരികളെ, ദൈവത്തിന്റെ രാജാക്കന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇടിച്ചു കളയുവാനുള്ള ആയുധങ്ങളാണ്. അവനെ ഇടിച്ചു കളയുന്ന അഭിഷേകമാണ്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്, ഇഷ്ടത്തിന്, ഹിതത്തിന് ഈ യേശുവിന്റെ ഊരിൽ പൊങ്ങി നിൽക്കുന്ന സകല വാഴ്ചകളെയും ശക്തികളെയും സകല കോട്ടകളെ പിടിച്ചു കെട്ടുവാൻ ഇടിച്ചു കളയുന്ന അഭിഷേകം, പിടിച്ചു കെട്ടുന്ന അഭിഷേകം എന്റെ സ്തുതിയിലുള്ളത്, യേശുവിന്റെ നാമത്തിലുണ്ട്. സുവിശേഷം പറയുകയാണ്, അത്ഭുതങ്ങൾ നടക്കുന്നു, അത്ഭുത രോഗസൗഖ്യമാണ്. അതിന്റെ റിസൾട്ട് എന്താണ്? അവിടുത്തെ അധിപതി, പൈശാചിക അധിപതി ഇളകി. കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയ അത്ഭുതമാണ് അവിടെ നടന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവർ തടവറയിലാണ്, ആപത്തിലാണ്, ശരീരം മൊത്തം രക്തം വാർന്ന് ഒഴുകുകയാണ്. പക്ഷെ അതിന്റെ മധ്യത്തിൽ പൈശാചിക ആധിപത്യം അവിടെ പ്രബലപ്പെട്ടപ്പോൾ, ഫിലിപ്പിയ കാരാഗൃഹത്തിൽ, ഫിലിപ്പിയ ദേശത്തിൽ പൈശാചികൻ തലമുക്കിയപ്പോൾ, അവന്റെ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ, ഒരു അത്ഭുതം ചെയ്തപ്പോൾ, അവന്റെ ദുർശക്തി ഇളകിയപ്പോൾ അപ്പോസ്തലന്മാർ മൗനമായി ഇരുന്നില്ല. അയ്യോ, ഇത് എങ്ങനെ, എന്തുകൊണ്ട് സംഭവിച്ചു? No, they used the weapons of warfare. ഇടിച്ചു കളയുവാനുള്ള, പിടിച്ചു കെട്ടുവാനുള്ള, they used the weapons to conquer. 2026 ജനുവരി മാസത്തിൽ ദൈവത്തിന്റെ അധികാരികൾ എഴുന്നേൽക്കുകയാണ്. The rulers are rising, the kings are rising, the priests of God are rising, the ambassadors of God are rising. Dominion എന്ന് പറഞ്ഞാൽ, ആ വാക്ക് dominion, ആധിപത്യം എന്ന് പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞാൽ rulership, it's kingship, it is governance നടത്തുവാൻ, ഭരണം നടത്തുവാൻ, stewardship, കാര്യവിചാരത്വം നടത്തുവാൻ. നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ ഒരു ദർശനം? If you want to take kingdom dominion, a kingdom vision, a kingdom mindset, mentality, kingdom action. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ യേശു യാഗമായി തീർന്നത്
നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം ചൊരിഞ്ഞത് നമ്മുടെ പാപം മാറ്റുവാൻ മാത്രമല്ല, നമുക്ക് നിത്യജീവൻ തരുവാൻ മാത്രമല്ല, നമ്മെ സ്വർഗ്ഗത്തെ കൊണ്ടുപോകാൻ മാത്രമല്ല. അത് നാണയത്തിന്റെ ഒരു വശമാണ്. പക്ഷെ ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയത് ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാൻ നടപ്പിലാക്കാനാണ്. എവിടൊക്കെ പൈശാചികൻ മുതലെടുത്തോ, എവിടൊക്കെ പൈശാചികൻ വാഴുന്നുണ്ടോ, എവിടൊക്കെ പൈശാചികൻ ആധിപത്യം എടുത്തോ, എവിടൊക്കെ പൈശാചികൻ ദൈവത്തിന്റെ സിസ്റ്റത്തെ കട്ട് ചെയ്ത് കളഞ്ഞോ, അവിടെയെല്ലാം ദൈവത്തിന്റെ ഒരു റൂളറായി, ദൈവത്തിന്റെ ഒരു അധികാരിയായി. ഹല്ലേലൂയ. എങ്ങനെയാണ് യേശു കർത്താവ് ഈ ദൈവരാജ്യത്തിന്റെ ആധിപത്യത്തിന്റെ ഈ ജീവൻ ജീവിച്ചതും അതിനെ വെളിപ്പെടുത്തുകയും ചെയ്തത്? How did Jesus live and manifest the kingdom dominion life? How did Jesus? യേശു എങ്ങനെയാണ് ദൈവരാജ്യത്തിന്റെ ജീവനും ദൈവരാജ്യത്തിന്റെ ആ വാഴ്ചയും വെളിപ്പെടുത്തിയത്? മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം, ആദ്യം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം മുതൽ വായിക്കാം. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചവൻ, യേശുവിനെ മരുഭൂമിയിൽ കരയുന്ന ശബ്ദമായി വെളിപ്പെട്ട ഇവനാണ് മെഷിഹ എന്ന് ചൂണ്ടിക്കാണിച്ച യോഹന്നാൻ സ്നാപകൻ തന്റെ ജീവിതത്തിന്റെ ഒരു സമയമായപ്പോൾ താൻ കാരാഗ്രഹത്തിൽ കിടന്ന് മരണം തന്റെ മുമ്പിൽ വന്നപ്പോൾ തന്റെ വിശ്വാസം പതറി, താൻ കുലുങ്ങിപ്പോയി. കാരാഗ്രഹത്തിൽ നിന്ന് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ അയക്കുകയാണ് യേശുവിന്റെ അടുക്കലേക്ക്. വായിക്കാം. യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു. യേശു അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവിനെ കാത്തിരിക്കയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. എന്തൊരു വിനോദാഭാസമാണ്. യേശുവിനെ കാണിച്ചു കൊടുത്തവനാണ്. പരിശുദ്ധാത്മാവ് ആളുടെ മേൽ വരുന്നു, അവനാണ് മെഷിഹ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് കാണിച്ച് യേശുവിനെ ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ സമർത്ഥങ്ങളുടെ മധ്യത്തിൽ താൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ യേശു ചെയ്യാതെ വന്നപ്പോൾ തന്റെ ഉള്ളിൽ ചോദ്യങ്ങൾ വന്നു. നീ തന്നെയാണോ മെഷിഹ, അതോ ഞങ്ങൾ വേറൊരുത്തിന് വേണ്ടി കാത്തിരിക്കണമോ എന്ന് യേശുവിനോട് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു, എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. സംശയം വന്നപ്പോൾ ഇവൻ തന്നെയാണോ രാജാവ്, യേശു തന്നെയാണോ മെഷിഹ എന്നൊരു ചോദ്യം പ്രവാചകനായ യോഹന്നാൻ സ്നാപകന്റെ ഉള്ളിൽ വന്നപ്പോൾ യേശു പറയുകയാണ്, the blind receive the sign, the lame walk, the lepers are cleansed, the deaf hear, the dead are raised them, and the poor have the gospel preached to them. Go and say to John what you see and hear. എന്താ യേശു ചെയ്തത്? ദൈവരാജ്യത്തിന്റെ വാഴ്ച താൻ ജീവിച്ച് വെളിപ്പെടുത്തുകയാണ്. കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം പറയപ്പെടുന്നു. എവിടൊക്കെ അന്ധകാരത്തിന്റെ രാജ്യം പ്രബലപ്പെട്ടു, എവിടൊക്കെ പൈശാചിക രോഗാത്മാവ് പ്രബലപ്പെട്ടു, പൈശാചിക മരണത്തിന്റെ ആത്മാവ് പ്രബലപ്പെട്ടു, പൈശാചിക ദാരിദ്ര്യത്തിന്റെ ആത്മാവ് പ്രബലപ്പെട്ടു, എവിടൊക്കെ പാപം പ്രബലപ്പെട്ടു, അവിടെയെല്ലാം യേശു പറയുക, ആ പൈശാചിക ആധിപത്യത്തെ ഞാൻ തകർത്ത് അതിന്മേൽ ഞാൻ വാഴ്ച നടത്തുകയാണ്. കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു, ദരിദ്രർ സുവിശേഷം കേൾക്കുന്നു. ഹല്ലേലൂയ. യേശു എന്ത് ചെയ്യുകയാണ്? ദൈവരാജ്യത്തിന്റെ ആധിപത്യം എടുക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ ആധിപത്യം എടുക്കുവാൻ രാജാക്കന്മാരെ പോലെ, അധികാരികളെ പോലെ, ദൈവത്തിന്റെ രാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവ് പോലെ ആ വാഴ്ച നടത്തുവാൻ ദൈവം എന്നെയും നിന്നെയും വിളിച്ചിരിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. അവിടെ വൈദ്യരായ ലൂക്കോസ് താൻ ഒരു കാര്യം കൂടെ വിവരിച്ച് എഴുതിയിരിക്കുന്നു. ലൂക്കോസ് 7 അതിന്റെ 18-ാം വാക്യം. ഇതൊക്കെയും യോഹന്നാന്റെ ശിഷ്യന്മാർ അവനോട് അറിയിച്ചു. അപ്പോൾ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ച് കർത്താവിന്റെ അടുക്കൽ അയച്ചു. വരുവാനുള്ളവൻ നീയോ, അല്ല ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു. യോഹന്നാൻ പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ ഏറ്റവും ഉന്നതനായ പ്രവാചകൻ മനസ്സിൽ ഒരു സംശയം വരികയാണ്. A doubt in the mind of John the Baptist, the greatest prophet of the Old Testament. അപ്പോൾ യേശു എന്താ ചെയ്യുന്നത്? എന്ത് പ്രൂഫാ യേശു കൊടുക്കുന്നത്? എന്ത് അടയാളമാണ്, എന്ത് എവിഡൻസ് ആണ്, പ്രൂഫാണ് യേശു കൊടുക്കുന്നത്? ആ നാഴികയിൽ അവൻ വ്യാധികളും രോഗങ്ങളും ദുരാത്മാക്കളും ബാധിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്കും കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട്, കുരുടർ കാണുന്നു. 20-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ലൂക്ക് ഒരു ഡോക്ടറാണ്, വൈദ്യനാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ ആ നാഴികയിൽ ചോദ്യം ചോദിച്ച്, സംശയം ഉന്നയിച്ച്, പ്രൂഫ് തേടി, എവിഡൻസ് തേടി, യേശുവാണോ മെഷിഹ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ലൂക്കോസ് 7-ന്റെ 21-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യേശു in that same hour Jesus cured many of their infirmities and plagues and of evil spirits, and unto many that were blind he gave sight. ആ നാഴികയിൽ അവൻ വ്യാധികളും ദണ്ഡനങ്ങളും ദുരാത്മാക്കളും ബാധിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തിട്ട് അവരോട് കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. അവിടെ കരമുയർത്തി യേശു ദൈവരാജ്യത്തിന്റെ വാഴ്ചയുടെ ജീവിതം ജീവിക്കുകയാണ്, അത് പ്രദർശിപ്പിക്കുകയാണ്. ആ നാഴികയിൽ ചോദ്യം വന്നപ്പോൾ, സംശയം വന്നപ്പോൾ, ഡൗട്ടുകൾ വന്നപ്പോൾ മറ്റൊരു പ്രൂഫ് അല്ല യേശു കൊടുത്തത്. എന്ത് പ്രൂഫാണ് യേശു കൊടുത്തത്? പൈശാചിക ആധിപത്യങ്ങളെ
സാത്താന്യ ആധിപത്യങ്ങളെ, രോഗാത്മാക്കളെ, ദുരാത്മ ബന്ധനങ്ങളെ, ദുരാത്മ ആധിപത്യങ്ങളെ, വ്യാപാരങ്ങളെ യേശു കട്ട് ചെയ്യുക. ദൈവരാജ്യത്തിന്റെ വാഴ്ച വെളിപ്പെടുത്തുകയാണ്. യോഹന്നാനോട് നീ പോയി പറ, സ്തോത്രം, കുരുടർ കാണുന്നു. എന്തിൽ നിന്നാണ്, എന്തിലേക്കാണ് ഈ ദൈവരാജ്യത്തിന്റെ വാഴ്ച? കിങ്ഡം ഡൊമീനിയൻ. എന്തിനാണ് ദൈവം രാജാക്കന്മാരായി, പുരോഹിതന്മാരായി, ദൈവത്തിന്റെ അധികാരികളായി ദൈവം ഈ ഭൂമിയിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? We are God's appointed rulers. ദൈവത്തിന്റെ സ്വർഗീയ ആധിപത്യത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ ദൈവം നിയോഗിച്ചാക്കിയിരിക്കുന്ന ഭടന്മാരാണ്, രാജാക്കന്മാരാണ്. വീണ്ടും ആ ദർശനം നമുക്കൊന്ന് പ്രാപിക്കാം. I am a ruler. I am a ruler of the heavenly government. ആ കരം ഒന്ന് വീശി പറയാം, I am a ruler. ഇത് പകൽക്കാലം നിങ്ങൾ അംഗീകരിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ആ വെളിപ്പാടും അഭിഷേകം പൊങ്ങുകയാണ്. നിങ്ങൾ ആക്ടിവേറ്റഡ് ആകുകയാണ്. ആ തലത്തിലേക്ക് നിങ്ങൾ ഉയർന്നു വരികയാണ്. ദൈവരാജ്യത്തിന്റെ ആധിപത്യം നിങ്ങളിലൂടെ എടുക്കുവാൻ നിങ്ങൾ ശക്തിപ്പെടുകയാണ്, നിങ്ങൾ പ്രബലപ്പെടുകയാണ്. ആ മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയാണ്. ദൈവത്തിന്റെ ഹെവൻലി ഗവൺമെന്റിന്റെ ആധിപത്യത്തെ നടപ്പിലാക്കുവാൻ ആ ഹെവൻലി ഗവൺമെന്റിന്റെ ഒരു റൂളറാണ്, ഒരു റെപ്രസെന്റേറ്റീവ് ആണ്, ഒരു സ്ഥാനാധിപതിയാണ് നിങ്ങൾ. രാജാവാണ്. മറ്റുള്ളവരെ ഭരിക്കുവാൻ, മനുഷ്യരെ ഭരിക്കുവാൻ, മനുഷ്യരെ പീഡിപ്പിക്കുവാൻ അല്ല. Why this kingdom dominion? And over what is this kingdom dominion? എന്തിന്മേലാണ് ഈ ആധിപത്യം? നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇതിനെ വീണ്ടും നിങ്ങൾ കേൾക്കണം. വീണ്ടും നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും നിങ്ങൾ എന്ത് ധ്യാനിക്കുന്നു, എന്ത് കേൾക്കുന്നു, എന്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, എങ്ങനെ ആണ് നിങ്ങൾ വിശ്വാസം ദൈവവചനത്തിന്റെ കേൾവിയാലും. Kingdom dominion faith comes as you hear the word of the kingdom dominion. As you hear and hear and hear the word of the kingdom dominion. നിങ്ങൾ ദൈവരാജ്യത്തിന്റെ വാഴ്ചയുടെ ആ വചനം കേൾക്കുമ്പോൾ ആ വചനം എങ്ങനെയാണ് ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾക്ക് നടക്കുവാൻ കഴിയുന്നത്, ആ ആധിപത്യത്തിന്റെ ജീവിതം ജീവിക്കുവാൻ കഴിയുന്നത്, അഭിഷേകത്തിൽ ചലിക്കുവാൻ കഴിയുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വിശ്വാസം ജനിക്കുന്നത്. എന്ന് പറയാം, Kingdom dominion faith is born when you hear and hear and hear the word concerning the kingdom dominion life that Jesus made possible. കാൽവരിയിലെ യാഗത്താൽ ദൈവം നമുക്ക് വേണ്ടി നേടിയെടുത്ത, ലഭ്യമാക്കിയ ആ ദൈവരാജ്യത്തിന്റെ വാഴ്ചയുടെ വചനം നാം കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലും, നമ്മുടെ മനസ്സിലും, നമ്മുടെ നാവിലും, നമ്മുടെ വാക്കുകളിലും, നമ്മുടെ ധ്യാനത്തിലുമായപ്പോൾ a warrior will come out, a champion will come out. എന്തിനു മേലാണ് വാഴ്ച നടത്തുവാൻ? പാപത്തിന് മേൽ, ഡൊമീനിയൻ ഓവർ സിൻ. പാപത്തിന്റെ മേൽ വാഴ്ച, ഡൊമീനിയൻ ഓവർ അഡിക്ഷൻസ്. ഹല്ലേലൂയ. പൈശാചിക ആസക്തികളുടെ മേൽ, പൈശാചിക പാപത്തിന്റെ ആസക്തികൾ, ഡൊമീനിയൻ ഓവർ അഡിക്ഷൻസ് ആൻഡ് സിൻഫുൾ ഹാബിറ്റ്സ്. ഡൊമീനിയൻ ഓവർ ഡിസീസ് ആൻഡ് സിക്നസ്. ഡൊമീനിയൻ ഓവർ സാറ്റനിക് ഫോഴ്സസ് ആൻഡ് ഡീമൺസ്. പൈശാചിക ശക്തികളുടെ മേൽ, പൈശാചിക ദുരാത്മ ശക്തികളുടെ മേൽ ആധിപത്യം. ഡൊമീനിയൻ ഓവർ പോവർട്ടി ആൻഡ് ലാക്ക്. ഫൈനാൻഷ്യൽ ഡൊമീനിയൻ, ഡൊമീനിയൻ ഓവർ പോവർട്ടി. ഇല്ലായ്മയുടെ മേൽ, ദാരിദ്ര്യത്തിന്റെ മേൽ, സാമ്പത്തിക ഇല്ലായ്മയുടെ മേൽ ഡൊമീനിയൻ. ദൈവത്തിന്റെ പ്രവൃത്തികളെ, ദൈവത്തിന്റെ സുവിശേഷത്തെ ലോകത്തിന്റെ അറ്റത്തോളം കൊണ്ടെത്തിക്കുവാൻ you need finances and a financial dominion over curse and failures. ശാപത്തിന്റെ മേൽ, പരാജയത്തിന്റെ മേൽ, dominion over magic, occult and witchcraft. മന്ത്രവാദം, ആവിചാരം, ശൂദ്രം, അതിന്റെ മേൽ വാഴ്ച. dominion over evil systems and corruption. എല്ലാ ദുഷ്ടതകളുടെ മേലും, എല്ലാ അന്യായങ്ങളുടെ മേലും വാഴ്ച. and ultimately dominion over death. 4 ദിവസം ഭരിച്ച ലാസറിനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവരാജ്യത്തിന്റെ ആധിപത്യമാണ്. നായന്റെ വിധവയുടെ മകൻ മരിച്ചുപോയി, മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ആധിപത്യം. യേശുവിനെ മനുഷ്യരിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന മരണത്തിന്മേൽ ദൈവരാജ്യം. ഹല്ലേലൂയ. ഞങ്ങൾ സങ്കല്പങ്ങളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആയുധങ്ങൾ കൊണ്ട് ഞങ്ങൾ പിടിച്ചടക്കുന്നു. ക്രിസ്തുവിന് വിരോധമായി ഉയർന്ന ഏത് വിചാരത്തെയും ഞങ്ങൾ പിടിച്ചടക്കുന്നു. അല്പസമാന്യ ഭാഷകളിൽ എല്ലാവരും അക്കരങ്ങളെ കാണിച്ചു. പിടിച്ചടക്കുന്ന ഒരു അഭിഷേകം, ഇടിച്ചിടുന്ന ഒരു അഭിഷേകം, ഇടിച്ചു കളയുന്ന ഒരു അഭിഷേകം, കോട്ടകളെ ഇടിച്ചു കളയുന്ന ക്രിസ്തുവിന് വിരോധമായി ഉയരുന്ന സ്ഥലത്തെയും പിടിച്ചു കെട്ടുന്ന ഒരു അഭിഷേകം. രോഗാത്മാക്കളെ ബന്ധിക്കുന്ന, പൈശാചിക രാജാക്കന്മാരെ, പ്രഭുക്കന്മാരെ വെല്ലുന്ന, ബന്ധിക്കുന്ന ദൈവത്തിന്റെ പ്രസ്താവന, അഭിഷേകം ചലിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ബന്ധനങ്ങൾ അഴിയുകയാണ്. എല്ലാ ബന്ധനങ്ങളും, എല്ലാ ചെങ്ങലകളും യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ചെങ്ങലകൾ അഴിയുകയാണ്. ആ രോഗ ചെങ്ങലകൾ, ദുരാത്മ ചെങ്ങലകൾ യേശുവിൻ നാമത്തിൽ പൊട്ടട്ടെ. മഹത്വമേ അളവില്ലാതെ, അക്കാരമൊന്ന് പിടിച്ച്, മഹിമേ മഹത്വമേ അളവില്ലാതെ എന്നില്ലോ. മഹിമേ മഹത്വമേ അളവില്ലാതെ എന്നിൽ. അത് മുട്ടോളമല്ല, അത് അരയോളം പോരാ. അത് മുട്ടോളമല്ല, അത് അരയോളം പോരാ. ഇത് അഭിഷേകത്തിന്റെ ആഴം വെളിപ്പെടുകയാണ്. കടപ്പാൻ കഴിയാതെ വണ്ണ നീന്തിട്ടു കടപ്പാൻ കഴിയാതെ
കഴിയാതെ വണ്ണം മഹിമേ മഹത്വമേ അളവില്ലാതെ എന്നിൽ ഓ മഹിമേ മഹത്വമേ അളവില്ലാതെ എന്നിൽ അതെ പ്രിയപ്പെട്ടവരെ, മഹത്വം നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്ന ദൈവിക അഭിഷേകവും സാന്നിധ്യവും മഹത്വവും 2026 രാജാക്കന്മാരെ പോലെ വാഴുവാൻ, to reign as kings, രാജാക്കന്മാരെ പോലെ വാഴുവാൻ, to reign as kings, ഭൂമിയിൽ ദൈവരാജ്യത്തിന്റെ ആധിപത്യത്തെ വർദ്ധിപ്പിച്ചെടുക്കുവാൻ, to expand and enlarge and extend his kingdom dominion on planet earth, ഭൂമിയിൽ ദൈവരാജ്യത്തിന്റെ ആധിപത്യത്തെ സ്ഥാപിക്കുവാൻ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി. അതെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് അളവില്ലാതെ ദൈവത്തിന്റെ 7 ആത്മാക്കളുടെ ഓപ്പറേഷനുകൾ, ക്രിയകൾ, അഭിഷേകത്തിന്റെ ആഴങ്ങൾ നമ്മളിൽ വെളിപ്പെട്ട് ദാവീദിനെ ഒരു യോദ്ധാവായി പുറത്തെടുത്തതുപോലെ, ദാവീദിന്റെ കൂടെയുള്ള 37 മല്ലന്മാരെ പുറത്തെടുത്തതുപോലെ, ഗിദെയോനെ പുറത്തെടുത്തതുപോലെ, അപ്പോസ്തലന്മാരെ പുറത്തെടുത്തതുപോലെ, ഫിലിപ്പോസിനെ പുറത്തെടുത്തതുപോലെ, സ്റ്റെഫാനോസിനെ പുറത്തെടുത്തതുപോലെ, തിമോത്തിയോസിനെ പുറത്തെടുത്തതുപോലെ, ഈ ദിവസങ്ങളിൽ യോദ്ധാക്കന്മാരെ God is raising up warriors and champions. Oh hallelujah. Receive. അഭിഷേകത്തെ സ്വീകരിക്കാം. We receive God for kingdom dominion life. We receive your anointing, your impartation for kingdom dominion life. We receive it. Amen and amen and amen. Hallelujah. ഒരു പ്രാവശ്യം നമുക്ക് ഉയർത്തി പറയാം, praise is a weapon. സ്തുതി ഒരു ആയുധമാണ്. യേശു ആരാണ്? Jesus is the lion of the tribe of praise. സ്തുതിയുടെ ഗോത്രത്തിന്റെ സിംഹമാണ്. അതുകൊണ്ട് സ്തുതിക്കുമ്പോൾ you are giving permission. യേശുവിന് പെർമിഷൻ കൊടുക്കുക. ആ ദൈവരാജ്യത്തിന്റെ വാഴ്ചയ്ക്ക് വേണ്ടി നാം അനുവാദം കൊടുക്കുക. Be blessed in Jesus name. Be blessed in the name of Jesus. പിതാവിന്റെ സ്നേഹപുത്രനായ യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. God bless you. ദൈവം ധാരാളമായി നിങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.